മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം പരാതിരഹിതമായിട്ടാണ് അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്നതെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ. ഒരു തീർത്ഥാടകന് പോലും ദർശനം ലഭിക്കാതെ മടങ്ങേണ്ടി വന്നിട്ടില്ല. മുൻ വർഷത്തെ അപേക്ഷിച്ച് തീർത്ഥാടകരുടെ എണ്ണവും വരുമാനവും വർദ്ധിച്ചെന്നും മന്ത്രി വി എൻ വാസവൻ 24 പറഞ്ഞു. ദേവസ്വം മന്ത്രി വി എൻ വാസവനാണ് 24 ചേരുന്നത്. മിനിസ്റ്റർ ഗുഡ് മോർണിംഗ്. ഒരു പരാതിരഹിതമായ വിവാദങ്ങളില്ലാത്ത ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനമാണ് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നത്. എങ്ങനെയായിരുന്നു ഇത്തവണത്തെ പ്രവർത്തനങ്ങളൊക്കെ? നിങ്ങൾ ഈ വർഷത്തെ തീർത്ഥാടനത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ കാലേകൂട്ടി ആരംഭിച്ചിരുന്നു. ഏതാണ്ട് ജൂലൈ മാസത്തിൽ തുടങ്ങി. കൃത്യമായി മുൻ അനുഭവങ്ങൾ പലതും ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുത്തു വെച്ച് ചർച്ച ചെയ്ത് അത്തരത്തിലുള്ള ഒരനുഭവം ഇന്നുണ്ടാകാതിരിക്കാത്ത രൂപത്തിലാണ് നടത്തിയത്. നമുക്ക് സുഗമമായ തീർത്ഥാടനത്തിന് വേണ്ടി എല്ലാ റോഡുകളും സഞ്ചാരയോഗ്യമാക്കി മാറ്റി. അതോടൊപ്പം തന്നെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കി, ഇടത്താവളുകൾ സജീവമാക്കി. ഇവിടെ സന്നിധാനത്തിൽ എത്തിച്ചേരുന്ന എല്ലാവർക്കും ലഘുഭക്ഷണം, അത് കുടിവെള്ളമായിരുന്നാലും അവർക്ക് കാപ്പിയായിരുന്നാലും ബിസ്ക്കറ്റായിരുന്നാലും അതെല്ലാം ലഘുഭക്ഷണം കൊടുത്തുകൊണ്ടേയിരുന്നു. പിന്നെ അന്നദാനം 25 ലക്ഷം പേർക്കെങ്കിലും അന്നദാനം കൊടുക്കുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കൃത്യമായി മുമ്പെല്ലാം അരവണ കിട്ടുന്നില്ല എന്നുള്ള പരാതി, അതാണെങ്കിൽ ഏറ്റവും കൂടുതൽ പരാതി ഉണ്ടാകുന്നത് പോലീസിൻ്റെ മോശം പെരുമാറ്റവും അപ്പം അരവണ പ്രതിസന്ധിയൊക്കെയാണ്. ഇത്തവണ 40 ലക്ഷം ബഫർ സ്റ്റോക്ക് ടിന്നായിരുന്നു ഋഷി ഒന്നിന് തന്നെ ഉണ്ടായത്. അത് തന്നെ ഏറ്റവും വലിയൊരു നേട്ടമായി. അപ്പം പോലീസാണെങ്കിൽ ഏറ്റവും നല്ല സർവീസ്, ഒരു പരാതിയില്ലാതെ, എല്ലാം ഉപരി മുമ്പില്ലാതിരുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തത്. ദേവസ്വം മന്ത്രി വി എൻ വാസവൻ സംസാരിക്കുകയായിരുന്നു.